എന്താണ് അന്ന് ആ ദിവസം ആ റിസോർട്ടിൽ എന്താണ് സംഭവിച്ചത്? അത് ഉത്തരം പറ. അത് കുറച്ച് വൾഗറായിട്ടുള്ള ഡ്രസ് ആയിരുന്നോ? ആ ഡ്രസ്സ് വൾഗർ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്റെ ശരീരം മുഴുവൻ കാണിച്ചുള്ള വൃത്തികെട്ട വേഷം ഇട്ട് അവൻ എന്നെ കവച്ചെടുക്കണം. 5-ാം തീയതി വൈകുന്നേരം വരും എന്ന് പറഞ്ഞ രേണു സമയം മാറി 6-ാം തീയതി 7-ാം തീയതിയുടെ ഷൂട്ടിന്റെ 6-ാം തീയതി രാവിലെയാണ് അവിടെ എത്തുന്നത്. എന്റെ സമയത്തിന്റെ വില നിനക്കറിയില്ല, മിനിറ്റിന് ലക്ഷങ്ങളാ. അവര് പറഞ്ഞ ഒരു കാര്യമുണ്ട്, കോസ്റ്റ്യൂം നിങ്ങൾ വീട്ടിലേക്ക് അയച്ചു കൊടുക്കണം. ഈ സ്ത്രീ പുരുഷനും എന്റെ അടുത്ത് പറഞ്ഞു, ഈ ഡ്രസ്, ഈ കുഞ്ഞു ഡ്രസ്, ഞാൻ ആ ഡ്രസ് നിങ്ങളെ കാണിക്കാം, കുഞ്ഞു ഡ്രസ് ഇട്ടോണ്ട് ഇങ്ങനെ എടുക്കണം. വീട്ടിലേക്ക് അയച്ചു കൊടുത്തിട്ട് ഞാൻ അതിൽ വില്ലിങ് ആണെങ്കിൽ മാത്രമേ ഞാൻ ആ ഒരു കോസ്റ്റ്യൂം ഞാൻ വില കൊടുത്ത് വാങ്ങല്ലേ, വാങ്ങിയ ഒരു കോസ്റ്റ്യൂം ഞാൻ അയച്ചു കൊടുത്ത ഒരു വില്ലിങ് അല്ലെങ്കിൽ എന്റെ പൈസ പോയില്ലേ, അങ്ങനെ ആരെങ്കിലും മടത്തരം കാണിക്കും. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? അത് കുറച്ച് വൾഗറായിട്ടുള്ള ഡ്രസ് ആയിരുന്നോ? വൾഗർ എന്ന് പറഞ്ഞാൽ അവരിട്ട ഇതുവരെയുള്ള ഡ്രസ്സുകൾ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ഡീസന്റ് ആണ്. അവർ ഇതിനു മുമ്പ് ഇതിനേക്കാൾ വൾഗറായിട്ടുള്ള ഡ്രസ് ഇട്ടുണ്ട്. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. ഈ സ്ത്രീ പുരുഷനും എന്റെ അടുത്ത് പറഞ്ഞു, ഈ ഡ്രസ്, ഈ കുഞ്ഞു ഡ്രസ്, ഞാൻ ആ ഡ്രസ് നിങ്ങളെ കാണിക്കാം, കുഞ്ഞു ഡ്രസ് ഇട്ടോണ്ട് ഇങ്ങനെ എടുക്കണം, പിള്ളേരെ എടുക്കുന്ന പോലെ എന്നെ എടുക്കണം. ഞാൻ പറഞ്ഞു നടക്കത്തില്ല, അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. സത്യമാണോ ഞാൻ കേട്ടത്? പക്ഷെ ഇവര് പറഞ്ഞ സ്റ്റോറിയും കോസ്റ്റ്യൂമും ഒക്കെ ഒരു വട്ടം കൂടി ഈ പറയുന്ന പ്രേക്ഷകർക്ക് കാണാനുള്ള അവസരം ഞാൻ ഉണ്ടാകും. എങ്ങനെയുണ്ടാ? നീ നിന്റെ പണി നോക്കി പോടച്ചക്ക. ഇവർ ഈ പറഞ്ഞിട്ടുള്ള എന്തൊക്കെ ഇവർ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ചില കാര്യങ്ങൾ അവർ ഇൻക്ലൂഡ് ചെയ്താ. സത്യമാണോ? ഞാൻ ജീവിതത്തിൽ ഇതുവരെ അതേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ കുഴപ്പമില്ല, അവർ ഇൻക്ലൂഡ് ചെയ്തതാണെങ്കിൽ പോലും അതേ സീൻസ്, അതേ സിറ്റുവേഷൻ, അതേ കോസ്റ്റ്യൂമിൽ ഞാൻ മറ്റൊരു നായകനെ വെച്ച് ഈ സാധനം ചെയ്യും. പോലീസ് നാട്ടുകാരൊക്കെ ഒന്ന് അറിയട്ടെ. അവര് ഏറ്റവും കൂടുതൽ ചേട്ടനെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാല്, വളരെ വൃത്തിയായിട്ട വേടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ചേട്ടാ കണ്ടണോ അറിയില്ല, രേണു പറഞ്ഞിട്ടുള്ള കാര്യം അത്രയും വൃത്തിയായിട്ടാ, ഞാൻ ഇവിടെ പറയുന്നില്ല എന്താണുള്ളത്. എന്റെ ശരീരം മുഴുവൻ കാണിച്ചുള്ള വൃത്തികെട്ട വേഷം ഇട്ട ഇങ്ങനെ അവിടെ എടുക്കുന്ന രീതി, കാല് കവച്ച് വെച്ച് അവൻ എന്നെ കവച്ചെടുക്കണം. പക്ഷെ ഇതിൽ എത്രമാത്രം വാസ്തവമുണ്ട്, ആരാണ് ഇതിന് ഉത്തരവാദി എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം നമുക്ക് തീരുമാനമെടുക്കാം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ട്. അപ്പൊ പുള്ളിക്കാരത്തേക്ക് അറിയില്ല, ഇത് പ്രേക്ഷകർ കാണും, ഇതെങ്ങനെ സംസാരിക്കണം എന്ന് പോലും പുള്ളിക്കാരത്തേക്ക് അറിയില്ല എന്നുള്ളത് മുന്നേ നമുക്ക് പല വീഡിയോ ആയിട്ട് മനസ്സിലായതാണ്. ചുമ്മാ ഇങ്ങനെ സത്യസന്ധത ചോദ്യം ചെയ്യരുതായിരിക്കും, ഞാൻ ഇല്ലാതായി പോയി.